ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഭൂമിയാണ്. ഇതിൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് ഞാൻ ഭൂമി എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്നത് എന്താണ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ചുട്ടുപൊള്ളുന്ന ഗോളമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നിരന്തരമായ മഴയിലാണ് ഈ ഭൂമി തണുത്തു തുടങ്ങിയത്. അതുവരെ എന്തായിരുന്നു എന്നാ പറയുന്നത്, ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. പിന്നീടോ നിരന്തരമായ പെയ്ത മഴയിലാണ് ഭൂമി തണുത്തു തുടങ്ങിയത്. അതിനും ശേഷം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിന്നത്. ജീവജാലങ്ങൾ ഉണ്ടായി തുടങ്ങിയത് പിന്നീട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം. അതുകൂടാതെ എന്താണ്, സൗരയുധങ്ങളിൽ ഭൂമിയിൽ മാത്രമാണ് എന്തുള്ളത്, ജീവൻ നിലനിൽക്കുന്നത്. അതായത് എന്താണ്, ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാവിധ സാധനങ്ങളും എവിടെയുണ്ട്, ഭൂമിയിൽ ഉണ്ട് അല്ലേ. അതായത് എന്തൊക്കെയാണ്, ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റും ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം എന്തുണ്ട്, നമ്മുടെ ഭൂമിയിലുണ്ട് അല്ലേ. ഇനി നമ്മൾക്ക് പറയുന്നത്, അങ്ങനെ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലേ. ഇനി നമ്മുടെ ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയല്ലേ, ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അല്ലേ. ഭൂമിയുടെ ഉള്ളറയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്, നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട് അല്ലേ. ഭൂമിക്ക് മേലെ എത്ര ചൂട് നമുക്ക് ഉണ്ടാകും നമുക്ക് ധാരണയുണ്ട്. എന്നാൽ ഉള്ളറയുടെ ചൂട് എന്ന് പറയുന്നത് നമുക്കറിയില്ല അല്ലേ. അതെന്താന്ന് പറയുന്നുണ്ട്, അതികഠിനമാണ് അല്ലേ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമാണ് ഭൂമിയുടെ ഉള്ളറയുടെ ചൂട് എന്ന് പറയുന്നത്. അതായത് ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്ത് വെക്കണം കേട്ടോ. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗം എന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗം അല്ലേ. ഭൂമിയുടെ സെൻറ്റർ ഭാഗത്തെ ചൂട് എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത്, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് നോക്കാം, 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമല്ലോ അല്ലേ. അതായത് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കുന്നുണ്ട് അല്ലേ. ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. ആ തിളയ്ക്കുന്ന ചൂട് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി മാത്രമാണ് തിളയ്ക്കുന്നത്, 100 ഡിഗ്രി സെൽഷ്യസിലാണ് ആ വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ ആ ഭൂമിയുടെ ഉള്ളറയുടെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അല്ലേ, എത്ര ചൂട്, അതികഠിനമായ ചൂടാണ് ഉള്ളറയിലുള്ളതെന്നല്ലേ. അതുപോലെ നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ. ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഖനികൾ എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, സ്വർണം, കൽക്കരി അങ്ങനത്തെയൊക്കെ എന്തെന്നത് കുഴിച്ചെടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ കുഴിച്ചെടുക്കുന്നതാണ് ഈ ഖനികൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുഴിച്ചെടുക്കുന്ന ഖനിയിലോ അവയിൽ ഏറ്റവും ആഴമുള്ള ഖനികളുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അങ്ങനെ ആ ഖനികളുടെ ഏറ്റവും അടിയിലുള്ളത് അല്ലേ, ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 12 കിലോമീറ്ററാണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. അത് നമുക്കറിയാം അല്ലേ. നമ്മുടെ ഭൂമിയുടെ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ ഒന്നും കിട്ടാതെ വരും. അപ്പോൾ നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാവിധ സുരക്ഷാ ഉപകരണങ്ങളോടും കൂടി മാത്രമാണ് ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ കുഴിച്ചെടുക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഒരു ചിലപ്പോൾ കിണർ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ഇങ്ങനെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാനൊന്നും പറ്റാതെ വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അതെന്ന് പറയുന്നത് ഏകദേശം എത്രയേ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്, ഓൺലി 12 കിലോമീറ്ററാണ് ഏറ്റവും താഴ്ചയുള്ള ഖനി എന്ന് പറയുന്നത്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവിടെ നോക്കുക, എങ്ങനെയാണ് ഭൂമിയുടെ കേന്ദ്രം, അതായത് നമ്മുടെ ഭൂമിയുടെ സെൻറ്റർ ഭാഗത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത്, 6371 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ മനുഷ്യനെ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? അല്ല അല്ലേ.
എങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞോ, ഒരു 12 കിലോമീറ്റർ വരെ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല അല്ലേ? ഉപകരണങ്ങളോട് സുരക്ഷാ ഉപകരണങ്ങളോട് മാത്രമാണ് നമുക്ക് അത്ര കിലോമീറ്റർ വരെ പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6371 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? പിന്നെ എങ്ങനെയാണ്, അപ്പം നമ്മൾ ഇതുവരെ കടന്നു ചെന്നിട്ടില്ല, പക്ഷേ ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? അവിടെ എത്ര ചൂടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും നമുക്ക് ലഭിച്ചത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇല്ലേ? എങ്ങനെയാണ് ചില അടിസ്ഥാന വിവരങ്ങൾ കിട്ടിയല്ലേ? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചത്. ഇനി എങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഫസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഇല്ലേ? അതായത് എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, ലാവകളൊക്കെ വന്നു എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നാശമായി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെങ്ങനെയാണ്? അതായത് ആ ഒരു അഗ്നിപർവ്വത സ്ഫോടനം പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലാവകളൊക്കെ ഭയങ്കര അതികഠിനമായ ചൂടായിരിക്കും അല്ലേ? അത് പുറത്ത് വരുന്നത് നമ്മളൊക്കെ അതിൻ്റെ അടുത്തായിരുന്നെങ്കിൽ നമ്മളെന്തായി ഉരുകി തീർന്നു അല്ലേ? പിന്നെ ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ, അതായത് അത് പൊട്ടിത്തെറിച്ച് അപ്പം തന്നെയല്ല, അത് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഒലിച്ച് വരുമല്ലോ അല്ലേ? അതിന് ശേഷം അത് കുറച്ച് തണുത്ത് അതൊക്കെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ചിലപ്പോൾ അത് കാണാനും ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അടുത്തേക്ക് പോകാറുണ്ട് അല്ലേ? അതെങ്ങനെയാണ്? ആ ഹീറ്റോട് കൂടിയല്ല, പക്ഷേ അത് ആ പൊട്ടിത്തെറിച്ച് കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം ആൾക്കാർ അതിൻ്റെ അടുത്ത് പോകുന്ന കാര്യങ്ങളും അതിൻ്റെ ലാവയുടെ കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ആ ലാവയുടെ ആ ഒരു ഇതൊക്കെ ശേഖരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെയോ അടുത്തത് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഖനികളിൽ നിന്ന് എങ്ങനെയാണ് സ്വർണം, കൽക്കരി തുടങ്ങിയവയൊക്കെ നമ്മൾ എങ്ങനെയാണ് കുഴിച്ചെടുക്കുന്നതാണ് അല്ലേ? ഖനികളിൽ നിന്നാണ് അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന്. പിന്നെയോ അടുത്തത് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് അല്ലേ? അതായത് ഭൂകമ്പങ്ങൾ അല്ലേ, എർത്ത് ഉണ്ടാവുന്നുണ്ട്, നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട് അല്ലേ? ഇത്ര റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? അതിൻ്റെ ആ ഒരു തീവ്രത എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? അങ്ങനെ രേഖപ്പെടുത്തുന്നല്ലേ, അത് വിശകലനം ചെയ്യുന്നതിൽ നിന്നൊക്കെ ഈ ഭൂമിയുടെ ഉള്ളറയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഇതിലൊക്കെയാണ് അഗ്നിപർവ്വത സ്ഫോടനം, ഇതൊക്കെയാണല്ലേ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്നത്. അതുപോലെ ഖനികളിൽ നിന്ന്, അതുപോലെ ഭൂകമ്പ സമയത്ത് റിക്ടർ സ്കെയിലിൽ അല്ലേ തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നത്. ഇവയിൽ നിന്നൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഭൂമിയുടെ ഘടന അല്ലേ? ഇപ്പോൾ പറഞ്ഞ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ, ഉള്ളറയിൽ നിന്ന് അല്ലേ? ഇനി അടുത്ത് നമുക്ക് പറയാം ഭൂമിയുടെ ഘടന. ചിത്രം നിരീക്ഷിക്കൂ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? ചുവടെ നിങ്ങളുടെ കണ്ടെത്തൽ ചുവടെ രേഖപ്പെടുത്തുക അല്ലേ? നമ്മൾ ഇപ്പോൾ ഇതിലൊരു പിക്ചറിൽ കാണിക്കുന്നുണ്ട് ഭൂമിയുടെ അല്ലേ? ഭൂമിയിൽ എങ്ങനെ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ? ഭൂവൽക്കം, മാൻറ്റിൽ, പുറംകാമ്പ്, അകക്കാമ്പ്, ഇങ്ങനെ 4ആയിട്ടാണ് ഭൂമിയുടെ ഘടന തരംതിരിക്കുന്നത്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിക്കുന്നു. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലേ? ഭൂമിയുടെ ഉള്ളറയെ 4 പാളികളായിട്ട് തിരിക്കുന്നുണ്ട്. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി അത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഫസ്റ്റ് നമുക്ക് നോക്കാം? ഭൂവൽക്കം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഈ കാണുന്നതാണ് ഭൂവൽക്കം എന്ന്
പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. അല്ലേ? എങ്ങനെയാണ്? ഭൂമിയുടെ ഏറ്റവും പുറമേ അല്ലേ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള സ്ഥലം അല്ലേ, കാണുന്നില്ലേ, അവർ അടയാളപ്പെടുത്തുന്നില്ല, ഏറ്റവും ഫസ്റ്റ് ഉള്ള സാധനം അല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്, ഭൂവൽക്കം എന്ന് പറയുന്നത്. താരതമ്യേന ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെയാണ് എന്ത്, ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളികൾ അല്ലേ, ഖരരൂപത്തിലുള്ള പാളികളാൽ നിർമ്മിതമാണ് എന്ത്, ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ്? ഭൂവൽക്കത്തിന് എത്ര ഭാഗങ്ങളാണുള്ളത്? 2 ഭാഗങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? വൻകര ഭൂവൽക്കവും അതുപോലെ സമുദ്ര ഭൂവൽക്കും കാണിക്കുന്നുണ്ട് അല്ലേ. എന്താ, വൻകര ഭൂവൽക്കും കാണിക്കുന്നുണ്ട്, അതുപോലെ എന്താണ്, സമുദ്ര ഭൂവൽക്കും ഇതിൽ കാണിക്കുന്നുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ അല്ലേ. എന്തിനാണ് കനം കൂടുതൽ? വൻകര ഭൂവൽക്കത്തിനാണ് എന്ത്, കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. എത്രയാണ് വരുന്നത്? 30 കിലോമീറ്ററോളം എന്താണ്, വൻകര ഭൂവൽക്കത്തിന് അല്ലേ. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശരാശരി 30 കിലോമീറ്ററോളം വരുമെന്നാണ് പറയുന്നത്. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എങ്ങനെയാണ്? ഈ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്തേക്ക് എത്തുമ്പോൾ എത്ര കിലോമീറ്ററാണ്? ഏകദേശം 70 കിലോമീറ്ററോളം കനം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയേ വരുന്നുള്ളൂ? 5 കിലോമീറ്റർ കനം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ വൻകര ഭൂവൽക്കത്തിന് എങ്ങനെയാണ് വരുന്നത്? ഏകദേശം 30 കിലോമീറ്ററോളം കനം വരും. അത് പർവ്വത പ്രദേശത്തേക്ക് എത്തുമ്പോൾ എത്ര വരുന്നുണ്ട്? 70 കിലോമീറ്ററോളം കനം വരുന്നുണ്ട്. അതാണ് എന്ത്, ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ്? മാൻറ്റിൽ അല്ലേ. മാൻറ്റിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. എൻ്റെ തൊട്ട് താഴെയുള്ള പാളിയാണ് എന്ത്, മാൻറ്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ അല്ലേ. ഏറ്റവും മുകൾ ഭാഗത്തുള്ളതാണ് എന്ത്, ഭൂവൽക്കം എന്ന് പറയുന്നത്. ആ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള പാളിയാണ് എന്ത്, മാൻറ്റിൽ എന്ന് പറയുന്നത്. താരതമ്യേന കനമുള്ള ഭാഗമാണിത് അല്ലേ. എങ്ങനെയാണ്? താരതമ്യേന നല്ല കനമുള്ള ഭാഗമാണ് എന്ത്, ഈ മാൻറ്റിൽ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. എത്രയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ 2900 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ത്, മാൻറ്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ? എന്താണ്? ഭൂവൽക്കവും മാൻറ്റിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ അല്ലേ. ഈ ഭൂവൽക്കവും ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ, ഈ ഭൂവൽക്കവും അതുപോലെ ഈ മാൻറ്റിലും അല്ലേ, ഈ 2 സ്ഥലവും കൂടി എന്താണ്, ചേരുന്ന അല്ലേ, ചേർന്ന ഭാഗത്ത്, ഈ 2 ഇതും കൂടി ചേർന്ന ഭാഗത്തെയാണ് എന്ത്, ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുക്കി, അതായത് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അതായത് എന്താണ്, ശിലാമണ്ഡലത്തിന് താഴെയായി, ഈ ശിലാമണ്ഡലമില്ലേ, ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് എന്താണ്, ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുക്കി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗം, ആ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. എന്നാൽ എന്താണ്, അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. എന്നാൽ ഇതെന്താണ്, ഏതവസ്ഥയിലാണെന്നാണ് പറയുന്നത്, അർദ്ധദ്രാവാവസ്ഥയിലുമാണ് എന്ത് കാണപ്പെടുന്നത്. ഇനി അടുത്തത് പറയുന്നത് കാമ്പ് അല്ലേ. കാമ്പാണ് പറയുന്നത്. എന്താണ്, മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് അല്ലേ. മാൻറ്റിലിന് തൊട്ട് താഴെയുള്ള ഭാഗത്തെയാണ് എന്ത്, കാമ്പ് എന്ന്
പറയുന്നത്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. കാമ്പിന് എത്ര ഭാഗങ്ങളാണുള്ളത്? 2 ഭാഗങ്ങളാണുള്ളത്. പുറക്കാമ്പും അതുപോലെ അകക്കാമ്പും. പുറക്കാമ്പ് ദ്രാവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് അല്ലേ. പുറക്കാമ്പ് എന്താണ്? ദ്രാവകാവസ്ഥയിലും അതുപോലെ അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് ഉള്ളത്. അകക്കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് അല്ലേ. എങ്ങനെ? കാമ്പ് മുഖ്യമായും അല്ലേ, കാമ്പ് മുഖ്യമായും എന്തിനാൽ രൂപം കൊണ്ടതാണ്? നിക്കൽ അതുപോലെ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് എന്ത്? കാമ്പ് എന്ന് പറയുന്നത്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട് അല്ലേ. NiFe രണ്ടെണ്ണത്തിൻ്റെയും പേരില്ലേ. Ni എന്ന് വെച്ചാൽ നിക്കൽ, Fe എന്ന് വെച്ചാൽ ഇരുമ്പ്. അതുകൊണ്ട് ഇതിന് എന്തെന്നും പേര് പറയുന്നുണ്ട്? നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അകക്കാമ്പിൻ്റെ ചൂട് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇവിടെ കൊടുത്തിരുന്ന ഭൂമിയുടെ ഘടന സവിശേഷതകളെ, ഭൂമിയുടെ സവിശേഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഭൂവൽക്കം അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചോളൂ അല്ലേ ഭൂവൽക്കം. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഏറ്റവും പുറമേയുള്ള ഭാഗം അല്ലേ. ഭൂവൽക്കം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അതുപോലെ ഇനി നമുക്ക് ഇതിൽ വേറെ എന്തൊക്കെ സവിശേഷതകൾ എഴുതാം? ഇവിടെ നോക്കി എഴുതാം അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഭൂമിയുടെ സവിശേഷതകൾ. പിന്നെ എന്താണ്? ഖരരൂപത്തിലുള്ള പാളികളാൽ നിർമ്മിതം അല്ലേ. നമുക്കപ്പോൾ അവിടെ എഴുതാം അല്ലേ. എന്താണ്? ഖരരൂപത്തിലുള്ള പാളികളാൽ നിർമ്മിതം എന്ന് എഴുതാം അല്ലേ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇതിൽ 2 ഭാഗങ്ങളുണ്ട് അല്ലേ. വൻകര ഭൂവൽക്കും സമുദ്രഭൂവൽക്കും എന്ന് എഴുതാം. അടുത്തത് പറയുന്നത് മാൻഡിൻ അല്ലേ. എന്താണ്? ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാരം അല്ലേ, വരെയാണ് എന്ത് ഭാരം ഉള്ളത്. അതുപോലെ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ളതാണ് എന്ത്? മാൻഡിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ വേറെ എന്തൊക്കെ എഴുതാൻ പറ്റും? ശിലാമണ്ഡലം അല്ലേ. ശിലാമണ്ഡലം എഴുതാൻ പറ്റും. അതുപോലെ എന്താണ്? അസ്തനോസ്ഫിയർ അല്ലേ. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഭാഗമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കാമ്പ് അല്ലേ. നിഫെ എന്ന് അറിയപ്പെടുന്നു അല്ലേ. അതുപോലെ എന്താണ്? അത് 2ആയി തരംതിരിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? പുറക്കാമ്പും അകക്കാമ്പും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വേറൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറയുടെ ഓരോ പാളികളുടെയും സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവയുടെ നേരെ സ്മൈലി ഇടാനാണ് പറയുന്നത്. സ്മൈലി അല്ലേ, ചിരിക്കുന്ന സ്മൈലിയും അതുപോലെ തെറ്റായതിന് നേരെ എന്താണ്? തെറ്റായൊരു സ്മൈലിയും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം. എന്താ പറയുക ഇതിൽ? ശരിയാണ് അല്ലേ. ഭൂമിയുടെ നമ്മളിപ്പോൾ പഠിച്ചോളൂ അല്ലേ. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഏറ്റവും ആദ്യമുള്ള ഭാഗമാണ് എന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അല്ലേ. അതും എന്താണ്? നമ്മളിതിൽ പഠിച്ചു അല്ലേ. ശിലാമണ്ഡലം എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും അല്ലേ. അത് 2 കൂടി ചേർന്നതാണ് എന്ത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചോളൂ. അതും എന്താണ്? ശരിയാണ്. ഇനി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അല്ലേ. അതും എന്താണ്? ശരി തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചു ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന അല്ലേ ആണ് എന്ത്? അസ്തനോസ്ഫിയർ എന്ന് പറയും. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചതാ അസ്തനോസ്ഫിയർ അല്ലേ. ശിലാപർവ്വതങ്ങൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. പിന്നെ പുറക്കാമ്പ് എന്താണ്? ദ്രാവാവസ്ഥയിലാണ് അല്ലേ. ദ്രാവാവസ്ഥയിലാണ്. അതും നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇതാ അല്ലേ. പുറക്കാമ്പ് ദ്രാവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് അല്ലേ. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. പിന്നെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ് അല്ലേ. അതും എന്താണ്? കറക്റ്റ് തന്നെയാണ്. കാമ്പിന് നിഫെ എന്നും പേരുണ്ട് അല്ലേ. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം എന്താണ്? ശരിയാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയതെങ്ങനെ?
അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പറയൂലേ, ഭൂമിയിലെ എല്ലാവിധ ജീവജാലങ്ങൾക്കും എന്തുണ്ട്, ജീവിക്കാൻ പറ്റും അല്ലേ. അത് അങ്ങനെ ജീവിക്കാൻ അല്ലേ, അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഭൂമി മാറിയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. അത് നമ്മൾ ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇല്ലേ. ചുട്ടുപഴുത്ത ഒരു ഗോളമായിരുന്നു ഭൂമി. പിന്നെ എന്താണ്, പതിയെ മഴയൊക്കെ പെയ്ത് അതെന്താണ്, തണുത്ത് വന്നതാണ് അല്ലേ. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. അങ്ങനെ എന്താണ് പറയുന്നത്, ഇങ്ങനെ തണുത്ത് മഴയൊക്കെ പെയ്തതിന് ശേഷം എന്താണ്, അത് തണുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഇങ്ങനെ തണുത്തു തുടങ്ങിയ ശേഷം ഇങ്ങനെ നടന്ന ഈ പ്രക്രിയയിലൂടെ എന്താണ്, ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന അല്ലേ, ആ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടു, പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. കണ്ടോ, അങ്ങനെ അത് പുറത്തേക്ക് വന്നതിന് ശേഷം ക്രമേണ എന്തായി, ഭൂമിക്ക് ചുറ്റും നിരവധി ഇങ്ങനെ ഒരുപാട് വാതകങ്ങൾ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഭൂമിക്ക് ചുറ്റും എന്തുണ്ടായി, ഈ വാതകങ്ങളുടെ ഒരു ആവരണം തന്നെ ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുകയാണ് അന്തരീക്ഷം. എങ്ങനെ, ഈ ഭൂമിയിൽ ഇപ്പം ആവരണം ചെയ്യുന്ന ഈ വാതകങ്ങൾ ആവരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഈ ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുകയാണ് എന്തെന്ന് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാഗത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി അല്ലേ. എങ്ങനെയാണ് സസ്യങ്ങൾ, ഒരുപാട് സസ്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഭൂമിയിൽ. അവർ പുറന്തള്ളുന്നതാണ് എന്ത്, ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവർക്ക് എന്ത് മതി, കാർബൺ ഡൈ ഓക്സൈഡ് മതി അല്ലേ. അപ്പം അങ്ങനെ അവരെ ഒരുപാട് നട്ടു വളർത്തുന്ന കാര്യം, സസ്യങ്ങൾ ഒരുപാട് ഉണ്ടായതോടെ എന്തായി, നമ്മുടെ ഭൂമി, ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്തായി, ഫുള്ള് ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ അല്ലേ. അന്തരീക്ഷത്തിൽ ഒരുപാട് വാതകങ്ങളുണ്ട് അല്ലെ. ആ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് എന്തൊക്കെ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട് അല്ലേ. ഈ വാതകങ്ങൾ, അതായത് ഈ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കൂടാതെ മറ്റ് വാതകങ്ങളും അതുപോലെ പൊടിപടലങ്ങളും ജലാംശവും ഒക്കെ എന്തുണ്ട്, ഒക്കെ ഭൂമിയിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട് അല്ലേ. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നുവെന്നും നോക്കാം അല്ലേ. നമുക്ക് നമ്മുടെ ഭൂമിയിൽ ഏതൊക്കെ വാതകങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അന്തരീക്ഷ സംരചന. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലേ. അന്തരീക്ഷം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്, 10,000-ഓളം കിലോമീറ്റർ വരെ എന്തുണ്ട്, അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് എത്രത്തോളം സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്നാണ് പറയുന്നത്, 10,000-ഓളം കിലോമീറ്ററോളം ഈ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ പക്ഷേ എന്താണെന്നാണ് പറയുന്നത്, ഈ വായുവിൻ്റെ 97% അല്ലേ, പകുതിയിൽ കൂടുതൽ ഏകദേശം 97% സ്ഥിതി ചെയ്യുന്നത് എത്ര കിലോമീറ്റർ വരെയാണ്, 29 കിലോമീറ്റർ വരെയാണെന്നാണ് ഒരു കണക്കാക്കൽ. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിന് ശേഷം എന്താണ്, ഉയരം കൂടി വരുവാണ് അല്ലേ. അങ്ങനെ ഉയരം കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്, ആ വാതകങ്ങളുടെ അളവ് കുറഞ്ഞ് വരിക ചെയ്യുക. പിന്നെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് അല്ലേ. എങ്ങനെയാണ്, മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും അല്ലേ, നമ്മൾക്ക് ജീവിക്കാൻ എന്താണ് ആവശ്യം, മനുഷ്യന് ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ് അല്ലേ. അതുപോലെ സസ്യങ്ങളുടെ നിലനിൽപ്പിന് അവർക്ക് എന്താണ് ആവശ്യം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. ഇവ രണ്ടും ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത്, അന്തരീക്ഷത്തിൽ നിന്നാണ്. പിന്നെ ഇനി നമുക്ക് നോക്കാം അല്ലേ, അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണ്, അന്തരീക്ഷ വാതകങ്ങൾ എന്നാണ് നോക്കുന്നത്.
ഈ ഗ്രാഫിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഈ നമുക്കറിയാലേ 78% നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എന്താണുള്ളത്? നൈട്രജനാണ് ഉള്ളത് അല്ലേ? നമ്മൾ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ 78%. 78% നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണുള്ളത്? നൈട്രജനാണ് ഉള്ളത്. 21%, ബാക്കി 21% എന്താണുള്ളത്? ഓക്സിജനാണ് ഉള്ളത് അല്ലേ? 21% ഓക്സിജനാണുള്ളത്, 78% എന്താണുള്ളത്? നൈട്രജനാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള 1% എന്തൊക്കെയാണ്? ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഇങ്ങനെ ഇത്രയും വാതകങ്ങളാണ് ആകെ 1% നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ളത്. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ വാതകം ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ് ഏറ്റവും കൂടുതൽ ഉള്ള വാതകം അന്തരീക്ഷത്തിൽ? നൈട്രജൻ അല്ലേ? നൈട്രജനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? എത്ര ശതമാനം ഉള്ളത്? 99% ഉണ്ട് അല്ലേ? 99% ഓക്സിജനും നൈട്രജനും ആണുള്ളത്. ബാക്കി 1% മാത്രമാണ് ബാക്കിയുള്ള വാതകങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ അന്തരീക്ഷത്തിൽ. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം. ഇപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ബൈ.